മൂന്നാറിലെ ഇടിച്ചു തരത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് പൂച്ചകളെ വിട്ടിട്ടുണ്ട്, അവർ എന്ത് ചെയ്തോളും, നന്നായി പണിയെടുത്തോളും എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിലൊക്കെ വലിയ അത്ഭുതങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ലോട്ടറിയുടെ കേസിൽ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ തള്ളിക്കൊണ്ട് പോലും സുരേഷ് കുമാറൊക്കെ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് കൃത്യമായി സുരേഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് VS അച്യുതാനന്ദൻ. അപ്പൊ അത്തരത്തില് വലിയ തോതിൽ കേരളീയ സമൂഹത്തിലേക്ക് പടർന്നു വരുന്ന വർഗീയതകളുടെയും അല്ലെങ്കിൽ വിഭാഗീയ പ്രവണതകളുടെയും ഒക്കെ കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും മണൽ ക്വാറി മാഫിയകളുടെയും കരിമണൽ ഖനനത്തിൻ്റെയും നിങ്ങൾ ഓർക്കണം, അതുപോലെ തന്നെ ഈ പറയുന്ന പെൺവേട്ടക്കാരുടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ എടുത്തു വെച്ചാൽ VSന് അതൊക്കെ മാറ്റിമറിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷത്തിന്റെ റോള് പോലും VS കൈകാര്യം ചെയ്തിരുന്നേനെ. VS ഒരു വലിയ പ്രതിപക്ഷമായി മാറിയേനെ. അപ്പൊ അങ്ങനെ വലിയൊരു പ്രതിപക്ഷമായി ഇവൻ VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും VS പ്രതിപക്ഷത്തിന്റെ സ്വഭാവം കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം മന്ത്രിസഭയിൽ ഒരു മന്ത്രി പറയുന്നതിനെതിരെ പോലും VS പുറമെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്.